ഇന്നലത്തെ കളിയിലും ലിവർപൂൾ പൊട്ടി. അവസാനമായിട്ട് ലിവർപൂൾ കളിച്ച 7 കളിയിൽ ആകെ ഒരു കളി മാത്രമുള്ള ഓല് ജയിച്ചിട്ട്. ഇന്നലെ പൊട്ടിയത് ക്രിസ്റ്റൽ പാലസിനായിട്ട് കർബാവോ കപ്പില്. ക്രിസ്റ്റൽ പാലസിനായിട്ട് നോക്കാമെങ്കിൽ ഈ സീസണില് 2 കളി പൊട്ടി. അതായത് ഇപ്പൊ ഈ കളി പൊട്ടി, ഇതിനു മുമ്പുള്ള പ്രീമിയർ ലീഗ് പൊട്ടി, കമ്മ്യൂണിറ്റി ഷീൽഡിൽ പൊട്ടി. അങ്ങനെ അടുപ്പിച്ച് 3 കളിയാണ് ക്രിസ്റ്റൽ പാലസിനായിട്ട് പൊട്ടണേ. പിന്നെ കഴിഞ്ഞ സീസണത്തെ ലാസ്റ്റ് കളി സമനിലായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ 4 കളി ക്രിസ്റ്റൽ പാലസിനായിട്ട് ഒന്നുപോലും ലിവർപൂളിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അവസാനത്തെ ഈ കളിയിൽ ആകെ ജയിച്ചിട്ട് കളി ചാമ്പ്യൻസ് ലീഗിലത്തെ കളിയാണ്. അദ്ദേഹത്തിന് 5-1 ലിവർപൂൾ ജയിച്ചു. ബാക്കി ഒറ്റ കളിയും ജയിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആണ് ലിവർപൂൾ. ആ ലിവർപൂളാണ് ഈ സീസണിൽ ഇമ്മാതി കോലത്തിലായത്. ഒരു കളിയോ 2 കളിയൊക്കെ തോറ്റി നമുക്ക് പറയാം ലീഗ് ഡേറ്റ് ആണ്, അതാണ്. അതെ, ലീഗ് ഡേറ്റ് ആണ്, പ്രീമിയർ ലീഗ് ഡേറ്റ് ആണ്. പക്ഷെ ഇതിനൊക്കെ എന്താ ന്യായം പറയാല്ലേ? ഈ 6 കളിക്ക് 7 കളിയിൽ 4 കളി പൊട്ടി. അതും ഞാൻ പ്രീമിയർ ലീഗ് കാണുന്ന ആളല്ല, ലിവർപൂളിന്റെ കളിയും കാണില്ല. പക്ഷെ ലിവർപൂൾ പോലത്തെ ഒരു ക്ലബ്ബ് ഇങ്ങനെ തുടർച്ചയായിട്ട് 5 കളിക്ക് പരാജയപ്പെടാന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, ഒരു വിരോധാഭാസമാണ് സത്യം പറഞ്ഞത്. അല്ലെങ്കിൽ ആ ക്ലബിന്റെ ഫാൻസ് ഒരിക്കലും ഡിസേർവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇനി ഇപ്പോ പ്ലേയേഴ്സിനെ ഭരിക്കാണ്ട് എന്താ അറിയില്ല. പക്ഷെ എന്നാൽ ഇങ്ങനെയൊക്കെ പൊട്ടും 5 കളിക്ക്. നിങ്ങൾ ആലോചിക്കും, ഈ ഒരു സംഭവം നടന്നത് ബാഴ്സലോണക്കോ റയലിനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അവസ്ഥ 5 കളിയൊക്കെ അടുപ്പിച്ച് പൊട്ടുക. ഇപ്പൊ റയൽ പൈസ ഒരു കളി പൊട്ടുന്നു പറയുമ്പോൾ തന്നെ ഫുള്ള് റയൽ പൊട്ടുമ്പോൾ ബാസിന്റെ ഫാൻസ് ഭയങ്കര സെലിബ്രേഷൻ, ബാസ് പൊട്ടുമ്പോൾ റയൽ ഭയങ്കര സെലിബ്രേഷൻ. ലിവർപൂൾ 5 കളി അടുപ്പിച്ച് പൊട്ടുക.